എൻ്റെ പൊന്നെ പറഞ്ഞില്ലേ നിങ്ങളോട് എന്തായാലും ബ്രൈറ്റൻ ആവുമെന്ന്. അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. ഒറ്റ യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഇത്രയും ബ്രൈറ്റൻ അയക്കുന്നത്. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് അത് കഴുകി കളഞ്ഞ് വന്നിരിക്കണേ കേട്ടോ. ഫേസിന് നല്ലൊരു ഗ്ലോ ആയിട്ടോ വന്നേക്കുന്നത്. അതേപോലെ തന്നെ നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. എൻ്റെ സ്കിൻ ഭയങ്കര ഡള്ളായിരുന്നു ആദ്യം. ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അത് ഭയങ്കര ഡള്ളായിരുന്നു ഗൈസ്. ഇപ്പം നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഞാൻ മുഖം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. വേറെ ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും തന്നെ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഫിൽറ്ററും കാര്യങ്ങളും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ലെന്നാണെങ്കിൽ എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ. എനിക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ ഗ്യാരണ്ടി പറയുന്ന ഫേസ് പാക്കാണ്. ഭയങ്കര അൺഈവൻ സ്കിൻ ടോൺ ആണ്, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, അതേപോലെ തന്നെ ഡൾ സ്കിന്നായിട്ടൊക്കെ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ടാനൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് കരിവാളിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കൂ. ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു 4 ദിവസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയായിട്ട് സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവും. 2-3 ഷെയ്ഡ് വരെ നല്ലോണം മാറും കേട്ടോ. ബ്രൈഡാണ്, കല്യാണമൊക്കെ അടുത്തിരിക്കണവരാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ. ഇത് ഡെയിലിയും യൂസ് ചെയ്യാം, മുതിർന്നവർക്കും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ പിള്ളേർക്കും ആർക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യണതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ് കേട്ടോ. നല്ലോണം വേവിച്ച പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പച്ചരി ഇല്ലെങ്കിൽ ചോറായാലും എടുത്താൽ മതി കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. നല്ല കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ് നമ്മുടെ ഈ പച്ചരി അല്ലെങ്കിൽ ചോറൊക്കെ. അതിൻ്റെ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആവും. അതേപോലെ തന്നെ നല്ലോണം ക്ലിയർ ആവും കേട്ടോ. നല്ല ഗ്ലാസ് ലൈക്ക് ഫിനിഷ് ആയിരിക്കും നമുക്ക് സ്കിന്നിന് ഉണ്ടാവുക. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. അതൊരു 2-3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 2-3 കഷ്ണം ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നല്ലോണം സ്കിൻ ഗ്ലോ ആക്കാനും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണ് ബീട്രൂട്ട്. നല്ലോണം നിറം വെക്കും കേട്ടോ. നല്ല ചുമന്ന് വരും നമ്മുടെ സ്കിൻ. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള കേടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല കട്ടിയുള്ള കേട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ കേട് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്കിൻ നല്ലോണം ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനാണ് നമ്മൾ കേട് എടുക്കുന്നത്. ഇപ്പോൾ കേട് പറ്റാത്തവരാണെങ്കിൽ പാലായാലും എടുത്താൽ മതി. പക്ഷെ കേടായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ പാലോ അലോവേര ജെൽ ഉണ്ടല്ലോ അതായാലും എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഇത് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ കിട്ടും. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഹണിയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഈ ഹണി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ലോണം സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഹണി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ തേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇടാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്കിന്നിന് അടിപൊളിയാണ് തേൻ. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചധികം ദിവസമായി സ്കിൻ കെയർ ഒക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ട് വയ്യായിരുന്നു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് എല്ലാം മാറി വന്നിരുന്നത്. അപ്പോൾ ഒരു ഫേസ് പാക്ക്, നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ഇടണമെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയത്. എന്താ വെച്ചാൽ ഞാൻ കുറേ അധികം നാളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടണ ഒരു ഫേസ് പാക്കും കൂടിയാണിത്. വീട്ടിൽ എല്ലാവരും ഇടും കേട്ടോ ഈ ഫേസ് പാക്ക്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് കിഡിലെ റിസൾട്ടാണ് ഈ ഫേസ് പാക്കിന് കിട്ടുന്നത്. നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ടിക്ക് ഇട്ടാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ചോറൊക്കെയാണ് ആഡ് ചെയ്തേക്കണം. ഞാൻ പച്ചരി അരച്ചെടുത്താണ്, ഇങ്ങനെ വേവിച്ചിട്ട് അരച്ചെടുത്താണ്. ഇത് ഞാൻ കഴുകി കളയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ട് നിങ്ങളെല്ലാം കിട്ടും ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത്. കഴുത്തിലും മറന്നു പോരുത്, കഴുത്തിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് വലിഞ്ഞു മുറുകണ്ട. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂർ. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ല, എന്നാലും ഇത്രയൊക്കെ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണ്ട, ഒരു സെമി ഡ്രൈ ആയി. ഇനി നമുക്ക് നല്ലോണം മസാജ് ചെയ്തിട്ട് കഴുകി കളയട്ടോ. ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ അതിൽ കയറി മസാജ് ചെയ്യരുത്. കുറച്ചൊന്ന് വെള്ളം വെച്ച് നനച്ച് കൊടുത്തിട്ട് വേണം മസാജ് ചെയ്യാനായിട്ടോ. വെറുതെ മസാജ് ചെയ്യാണ്ട് കഴുകി കളയുന്നതും പിന്നെ മസാജ് ചെയ്ത് കഴുകി കളയുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് കഴുകുമ്പോഴാണ് കേട്ടോ. കണ്ടോ ഗൈസ്, നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ചധികം തന്നെ ഡള്ളായിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അടിപൊളി ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടാണല്ലോ, ആകെ 3-4 സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കുക. ഞാൻ ഗ്യാരണ്ടി പറയുന്ന ഫേസ് പാക്കാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൊരു ഫേസ് പാക്കാണ്. നല്ലോണം ബ്രൈറ്റൻ ആവും. കല്യാണം അടുത്തിരിക്കണവരാണെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. പിന്നെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യാറുണ്ട് ഈ ഫേസ് പാക്ക്. പിന്നെ എൻ്റെ അനിയത്തിയുടെ കുറച്ച് ആക്നെ പ്രോൺ സ്കിന്നാണ്, അവളും യൂസ് ചെയ്യാറുണ്ട്. അവൾക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 2-3 ഷെയ്ഡ് സ്കിൻ ടോൺ മാറി നല്ലൊരു ഗ്ലോയിങ് കിട്ടാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് റിസൾട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.